ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐ മേക്കപ്പ് ലുക്കാണ്. സ്കൂൾ കോളേജ് ഗോയിങ് ഗേൾസ് ആണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഒരു അടിപൊളി ഐ മേക്കപ്പ് ലുക്കാണ് ചെയ്യുന്നത്. എന്നാൽ നമ്മൾ ഈ രണ്ട് കണ്ണെഴുതി മറ്റേ ഐ കില്ലർ വർഷ ആ ഒരു ലുക്കല്ല, നമ്മൾ സിമ്പിൾ ആയിട്ടാണ് ഈ ഒരു ഐ മേക്കപ്പ് ലുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ എടുത്തേക്കുന്നത് മാക്കിൻ്റെ ഒരു മാറ്റ് ഐ ഷാഡോ ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഒരു ഐ ഷാഡോ എടുക്കാം. ഒരു ന്യൂഡായിട്ടുള്ള ഒരു ഐ ഷാഡോ എടുക്കുക, ഇതേപോലത്തെ. ഇതിങ്ങനെ ഞാൻ ബ്രഷ് യൂസ് ചെയ്യണ്ട, ഞാൻ കൈ കൊണ്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇതാ കണ്ണിന്റെ മുകളിലും കണ്ണിന്റെ താഴെയും ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കണ്ണിന്റെ താഴെ നല്ല ഡാർക്ക് സർക്കിൾസ് ഉണ്ട്. ഞാൻ ഫസ്റ്റ് ഒരു കണ്ണിൽ ഇത് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. നെക്സ്റ്റ് ഞാൻ ചെയ്യുന്നത് ഒരു കാജൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ണിന്റെ ഇന്നർ കോർണറിൽ, കണ്ണിന്റെ ഇവിടെയും ഇവിടെ ഇന്നർ കോർണറിൽ മാത്രമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അടുത്ത് ഞാൻ മസ്കാരയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് മസ്കാര മാക്കിന്റെ സ്റ്റാക്ക് എന്ന് പറയുന്ന മസ്കാരയാണ്. അടിപൊളി മസ്കാരയാണ്. നമുക്ക് നല്ല ലാഷ് ഉള്ളതായിട്ട് ഇത് തോന്നി ഇത് അപ്ലൈ ചെയ്യുമ്പോൾ. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള മസ്കാര യൂസ് ചെയ്യാം, ഇത് തന്നെ യൂസ് ചെയ്യണമെന്നില്ല. അപ്പോൾ ഡിഫറൻസ് കണ്ടായിരുന്നു ഇവിടെ ഇതൊരു ചത്ത കണ്ണ് പോലെ ഇരിപ്പുണ്ട്. കാരണം ഇത് കുറച്ചുകൂടി സൂപ്പറായിട്ട് കണ്ണിന്റെ താഴ്ഭാഗത്തുകൂടി അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും. ഈ മസ്കാര അപ്ലൈ ചെയ്തപ്പോൾ ഉള്ള ഡിഫറൻസ് ഇതാ ഇവിടെ. അപ്പൊ അതിനുശേഷം ഞാനൊരു ഐ ലൈനറാണ് യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് മേബിലിൻ ന്യൂയോർക്കിന്റെ കൊളോസൽ ബോൾഡ് ലൈൻ ആണ്. അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ആദ്യമൊന്നും എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല. ആദ്യമൊക്കെ എഴുതുമ്പോഴെന്ന് വെച്ചാൽ ഇതിങ്ങനെ വിട്ട് പോകും. ഇങ്ങനെ എഴുതുമ്പോൾ കുറച്ച് ഭാഗം ലൈൻ വരും, കുറച്ച് ഭാഗം ലൈൻ വരില്ല. അപ്പോൾ എനിക്ക് ആദ്യമൊന്നും ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഇതിൻ്റെ റിവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെയാണ് റിവ്യൂ പറഞ്ഞത്. പക്ഷേ ഇത് യൂസ് ചെയ്ത് വന്നപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പം ഞാൻ കൂടുതലും ഇതാണ് യൂസ് ചെയ്യുന്നത്. വിങ് ലൈൻ എഴുതാനായിട്ട് ഇതിൻ്റെ ബ്രഷിൻ്റെ ടിപ്പ് സൂപ്പറാണ്. വിങ് ലൈൻ എഴുതാനായിട്ട് നിങ്ങൾ സ്കൂൾ കോളേജ് ഗോയിങ് ഗേൾസ് ആണെങ്കിൽ ഇതൊന്ന് വാങ്ങിച്ചു വയ്ക്കുക. കുറച്ച് എക്സ്പെൻസീവ് ആണ്, ബട്ട് എങ്കിലും ഭയങ്കര അടിപൊളിയാണ്, സൂപ്പറാണ്. നമുക്ക് വിങ് ലൈൻ എഴുതാനായിട്ട് ഇത് അടിപൊളിയാണ്. ആദ്യം സെൻറ്ററിൽ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സെൻറ്ററിൽ നിന്ന് എഴുതിയൊരു വിങ് കൊടുത്തിട്ട് പിന്നെ ഇന്നർ കോർണറിലോട്ട് വരും. നിങ്ങൾക്ക് ഇതിൻ്റെ ലെങ്ത് എത്ര വേണോ കൂട്ടാം കുറയ്ക്കാം. എനിക്ക് ഇത്രയും മതി. ഞാൻ ഇന്ന് ഒരു ഷർട്ട് ഇടണമുണ്ട്, എനിക്ക് കുറച്ച് കൂടുതലായിട്ട് വിങ് വേണ്ടാത്തതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ വിങ് ആഡ് ചെയ്യുന്നുള്ളൂ. അടുത്ത സ്റ്റെപ്പ് നമ്മൾ നേരത്തെ യൂസ് ചെയ്ത കാജൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ആ കാജൽ യൂസ് ചെയ്തിട്ട് ഈ നമ്മുടെ താഴ്ഭാഗത്തെ ലൈനില്ലേ, താഴ്ഭാഗത്തെ ഐലിഡിൽ ഇവിടുത്തെ കോർണറിൽ മാത്രമാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതാ കാണിച്ചത്. അതിനുശേഷം നമ്മളിതാ ഈ ഇന്നർ കോർണറിലുണ്ടല്ലോ, ഇവിടെയും കൂടി ഇങ്ങനെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കും. നിങ്ങൾക്ക് ആ ഡിഫറൻസ് കാണുമ്പോൾ മനസ്സിലാവും. ഈ കണ്ണും അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഈ ലുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.